അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാന്യരായ സഹോദരന്മാരെ, ഈ വിശുദ്ധ റമദാനിലെ 25-ാം തീയതിയിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. ഇപ്പോൾ നമുക്കിടയിൽ ചർച്ച വന്നിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് ഈ വോയിസിൽ നാം അഭിമുഖീകരിക്കുന്നത്. ഈദുൽ ഫിത്തറോ ഈദുൽ അദ്ഹയോ ജുമുഅ ദിവസം അഥവാ വെള്ളിയാഴ്ച വന്നാൽ എന്താണ് ഇസ്ലാമിൻ്റെ വിധി എന്ന് ശരീഅത്തിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാരണം. ഒരു നവോത്ഥാന വിഭാഗം പണ്ഡിതൻ രണ്ടും ഒരു ദിവസം ഒരുമിച്ച് വന്നാൽ സാധാരണ നടക്കുന്ന വെള്ളിയാഴ്ച ജുമുഅക്ക് നിർബന്ധമായും പങ്കെടുക്കേണ്ടതില്ല, വിട്ടുവീഴ്ചയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. ഈ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പെരുന്നാളാണ്. 29 മാസം കാണും, മിക്കവാറും 20 മിനിറ്റ് ഉദയുണ്ട്. അപ്പൊ കാണാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ വെള്ളിയാഴ്ച ജുമുഅ നടക്കണം. പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ച് ജുമുഅ നടത്തണം. ഖതീബ് ആർക്കും വരാം, ഖതീബ് നിർബന്ധമില്ല. ഖതീബിനെ വന്നാൽ മതി, ഞാൻ തന്നെ കൊള്ളുന്നില്ല. പങ്കെടുക്കൽ നിർബന്ധമില്ല. അപ്പൊ രാവിലെ പെരുന്നാസ്കാരത്തിന് വന്നാൽ ഇനി വരെ ജുമുഅസ്കാരം നിർബന്ധമില്ല, ളുഹ്ർ നിസ്കരിച്ചാൽ മതി. എന്നാൽ ജുമുഅ നടക്കൽ നിർബന്ധമാണ്. ജുമുഅ ക്യാൻസൽ ആക്കാൻ പറ്റൂല. പങ്കെടുക്കൽ ആളുകൾ ഇഷ്ടം, താല്പര്യമുള്ളവർക്ക് വരാം, അല്ലെങ്കിൽ വന്നാൽ കൂലിട്ടും, വന്നില്ലെങ്കിൽ ഒരു കുറ്റമില്ല. അത് ഉദ്ധരിച്ച് മറ്റൊരു മുസ്ലിം യാഥാസ്ഥിതിക സംഘടനയുടെ വലിയൊരു നേതാവ് അതിനെ ഒരു മുജാഹിദ് സുന്നി സംവാദമാക്കി വെറുപ്പും വിദ്വേഷവും പകർത്തുന്ന വിധത്തിൽ വികാരം കൊള്ളിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. രണ്ടും ഒന്നിച്ചു വന്നാൽ ജുമുഅ ഒരിക്കലും വേണ്ടതില്ല എന്ന് വഹാബികൾ പറയുന്നു. ഇസ്ലാമിലെ എന്ത് നടപടികളും ആരാധനകളും ഇല്ലാതാക്കുന്ന ഇസ്ലാം വിരോധികളാണ് ഇവർ എന്ന് വളരെ വൈകാരികപരമായി പാരമ്പര്യ വയലൻ ശൈലിയിൽ നീട്ടിക്കുറുക്കി ഗാനാത്മക ശൈലിയിൽ അവതരിപ്പിച്ച് അത് വൈറലാക്കിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ ജുമുഅ നിസ്കരിക്കണ്ട, എല്ലാം മുടക്കുകയാണ്. മുടക്കികളുടെ ഒരു ലോകം. അങ്ങനെ നമ്മൾ മുടക്കികളാകാൻ പാടില്ല. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരം നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം നമുക്ക് സുന്നത്ത് മുഅക്കദത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കുകയും വേണം, അതോടുകൂടെ തന്നെ ജുമുഅയും നിസ്കരിക്കണം. ജനങ്ങളുടെ ഫർളായ ജുമുഅ പെരുന്നാളിന്റെ അന്ന് നഷ്ടപ്പെടുത്തുന്ന ആളുകളെക്കാൾ വലിയ അക്രമികൾ വേറെ ആരാണ്? അള്ളാഹുവിന്റെ ദീനിനോട് അക്രമം ചെയ്യുന്നവർ. മുഅ്മിനീങ്ങൾ അത്തരത്തിലുള്ള ഒന്നിലും പെട്ടുപോകരുത്. വിശുദ്ധ റമദാനിൽ വേണോ ഇത്തരം ഫാഷിസ്റ്റ് മനോഭാവം എന്ന് ചോദിച്ചു പോവുകയാണ്. ഈ സന്ദർഭത്തിൽ അതിൻ്റെ യഥാർത്ഥ വിധി എന്താണെന്ന് നമുക്കൊന്ന് വൈജ്ഞാനികപരമായി പരിശോധിക്കാം. ഈ വിഷയവുമായി ഖുർആൻ ഒന്നും പറഞ്ഞു കാണുന്നില്ല. പ്രവാചകചര്യയിലും സഹാബാക്കളുടെ നടപടികളിലും വിധി വളരെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. 3 സുപ്രധാന തെളിവുകൾ ഇവിടെ നമുക്ക് സമർപ്പിക്കാൻ കഴിയും. അതിലൊന്ന്, ഇമാം ഇബ്നു മാജ, അബൂദാവൂദ്, അഹ്മദ്, നസായി എന്നിവർ സെയ്ദ് ബിൻ അർഖമിൽ നിന്ന് ഉദ്ധരിച്ച റിപ്പോർട്ടുണ്ട്. അദ്ദേഹത്തോട് മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈദും ജുമുഅയും ഒരുമിച്ച് വന്നതിന് താങ്കൾ നബിയോടൊപ്പം സാക്ഷിയായിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറഞ്ഞു, അതെ, പകലിൻ്റെ ആദ്യത്തിൽ ഇത് ഈദ് നമസ്കരിച്ചു. പിന്നീട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും ജുമുഅയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പങ്കുകൊള്ളട്ടെ. ഈ ഹദീസിന്റെ പരമ്പരയിൽ അബി റംല എന്ന ഒരു അജ്ഞാതനായ റിപ്പോർട്ടറുണ്ട് എന്ന് ഹദീസ് നിരൂപകന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഇമാമുകൾ ഇത് തെളിവിനെടുത്ത് വിധി പ്രസ്താവിച്ചിട്ടുമുണ്ട്. രണ്ടാമതായി തെളിയിക്കാനുള്ള രേഖ ഇബ്നു മാജയും അബൂദാവൂദും ഹാക്കിമും അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ്. അതിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഈ ദിവസം 2 ഈദുകൾ അഥവാ ഈദും ജുമുഅയും ഒരുമിച്ച് വന്നിരിക്കുന്നു. ആരെങ്കിലും ഈദ് നമസ്കാരത്തോടെ മതിയാക്കുന്നുവോ? അങ്ങനെയാകാം. ഞങ്ങൾ 2ാമത്തെ ജുമുഅക്കായി ഒരുമിച്ച് കൂടുന്നതാണ്. ഇതാണ് ആ ഹദീസ്. എന്നാൽ ഇതിൻ്റെ റിപ്പോർട്ട് പരമ്പരയും ദുർബലമാണ്. എന്നാൽ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു
ഈ വിട്ടുവീഴ്ച പട്ടണത്തിൽ നിന്ന് അകന്ന് താമസിക്കുന്നവർക്ക് അനുവദിച്ചതാണെന്ന് രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തെ രേഖ അബൂദാവൂദും നസായിയും വഹ്ബ് ബിൻ കൈസാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഈദും ജുമഅയും ഒന്നിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം സാധാരണ ഈദിൻ്റെ സമയത്തിൽ നിന്ന് അല്പം വൈകി ഈദിലേക്ക് വന്നു. ആദ്യം ഖുത്ബ നടത്തി, ശേഷം 2 റക്അത്ത് നമസ്കരിച്ചു. അന്ന് ഉച്ചക്ക് ജുമഅ നമസ്കരിച്ചതുമില്ല. അപ്പോൾ വഹബ് ബിൻ കൈസാൻ ഇബ്നു അബ്ബാസിനോട് ഇക്കാര്യം പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു: പ്രവാചക ചര്യ അയാൾ പ്രാപിച്ചിരിക്കുന്നു. ഇതിൻ്റെ റിപ്പോർട്ടർമാരെ കുറ്റമറ്റവരാണ്. ഇമാം ഷൗക്കാനി റഹ്മഹുല്ല തൻ്റെ നൈലുൽ ഔത്താർ എന്ന ഗ്രന്ഥത്തിൽ ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ഇപ്രകാരമാണ്: ഈദും ജുമഅയും ഒന്നിച്ച് ഒരു ദിവസം വന്നാൽ പെരുന്നാൾ ജുമഅ എല്ലാവരും നിർവഹിക്കണം. ജുമഅയാകട്ടെ പള്ളികളിൽ നടത്തപ്പെടുകയും വേണം. ആദ്യത്തെ ഈദിൽ പങ്കെടുത്തവർ ജുമഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. അതിനാൽ അവർ കുറ്റക്കാരുമല്ല. രണ്ടാമത്തെ ജുമഅയ്ക്ക് പകരം ളുഹർ നമസ്കരിച്ചാൽ മതിയാകുന്നതാണ്. അത് നിർബന്ധവുമാണ്, ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ മദ്ഹബിന്റെ ഇമാമുകള് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഇന്ന് 2 ജുമഅ ഒരുമിച്ച് വന്നിരിക്കുന്നു. പട്ടണവാസികൾ അല്ലാത്തവർ ജുമഅ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുവെങ്കിൽ കാത്തിരിക്കാം. അതല്ല, അവർക്ക് പോകണമെങ്കിൽ തിരിച്ചു പോകാം. അതിന് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. കിതാബുൽ ഉമ്മിൽ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണിത്. ഷാഫി മദ്ഹബ് പ്രകാരം പട്ടണവാസികൾക്ക് ഒഴിവനുവദിച്ചിട്ടില്ല. അവർ ജുമഅയിൽ പങ്കെടുക്കണം. അല്ലാത്തവർക്ക് ഇഷ്ടം പോലെ ആകാം. എന്നാൽ ഷാഫി മദ്ഹബിലെ മറ്റ് ചില പണ്ഡിതന്മാർ ഇതിൽ അനുവദിക്കപ്പെട്ട വിട്ടുവീഴ്ച എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. കിതാബുൽ മിൻഹാജ്, അൽ മുഗ്നി, ശറഹുൽ മുഹദ്ദബ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ശരിയായ വീക്ഷണമെന്ന് കരുതുന്നു. ഒന്ന്, സാധാരണ ജുമഅയുടെ ലക്ഷ്യം ഈദ് ജുമഅയോടെ സാക്ഷാത്കരിക്കപ്പെടും. രണ്ടാമത്തെ ഒരു പോയിന്റ്, പെരുന്നാൾ ദിവസം ജുമഅക്ക് പ്രത്യേകം വിട്ടുവീഴ്ച നൽകപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, കൊല്ലത്തിൽ 2 പ്രാവശ്യം വരുന്ന ഈദ് ജുമഅ വെള്ളിയാഴ്ച ജുമഅയേക്കാൾ വിശേഷപ്പെട്ടതും അപൂർവവുമാകുന്നു. അപ്പോൾ ഈദിൽ പങ്കെടുത്തവർ ജുമഅയിൽ ഹാജരാകണമെന്നില്ല. പങ്കെടുക്കുന്നതിൽ വിരോധവുമില്ല. പങ്കെടുക്കാത്തവർ ളുഹർ നമസ്കരിക്കൽ നിർബന്ധമാണ്. 2 ഒഴിവാക്കാൻ പാടില്ല. ഇതാണ് എല്ലാ മദ്ഹബുകളുടെയും പൊതു വീക്ഷണമായി കാണുന്നത്. ഇതൊക്കെ രസകരമായ സംഭവങ്ങളാണ്. ഇതിനേക്കാൾ രസകരമായ മറ്റൊരു തമാശ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരള പണ്ഡിതന്മാർ എങ്ങനെയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച അഥവാ മാർച്ച് 20-ാം തീയതി ഈ ഈദ് വരും എന്ന് ഉറപ്പിച്ച് പറയുക? അവർക്ക് വ്യാഴാഴ്ചയല്ലേ, വ്യാഴാഴ്ച 29 ആകുള്ളൂ. മാസം കാണാതെ ഈദ് ആക്കാമെന്ന് ഈദ് ഉറപ്പിക്കാൻ അവർക്ക് കഴിയുമോ? ഇത് ഉറപ്പിച്ച് പിന്നെ ഇത്ര ഉറപ്പിച്ച നിലക്ക് സംസാരിക്കാൻ തമ്മിൽ തല്ലാൻ തുടങ്ങണോ? ഇപ്പോൾ തന്നെ മാസം കണ്ടിട്ട് പോരെ തീരുമാനം? എല്ലാ നല്ല തല്ലും വക്കാണവും കുഴപ്പമൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് അത് കൃത്യമായ തീയതിയിൽ നോമ്പും പെരുന്നാളും അനുഷ്ഠിക്കുന്നവരെ കുഴപ്പക്കാരെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുക. ഇത് ഏതായാലും ശരിയായ നടപടികളല്ല. ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. പെരുന്നാൾ ജുമഅ ഒരു സാധാരണ സുന്നത്തെന്ന നിലക്ക് അതിന് വലിയൊരു പ്രാധാന്യം കൽപ്പിക്കാത്ത സമ്പ്രദായം ചിലയിടങ്ങളിലുണ്ട്. സാധാരണ സുന്നത്ത് എന്ന് പറയുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഫിഖ് ഗ്രന്ഥങ്ങൾ നൽകുന്നതുമായ നിർവചനം പ്രവർത്തിച്ചാൽ പ്രതിഫലം കിട്ടുന്നത്, ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തത് എന്നാണ്. യഥാർത്ഥത്തിൽ ഈദിനെ 2 ഈദായാലും ഈദിനെ അത്തരത്തിൽ എണ്ണാൻ സാധ്യമല്ല.
ഹിജറ 1-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നടപ്പിലാക്കിയത് മുതൽ മരിക്കുന്നത് വരെ യാതൊരു കാരണത്താലും ഈദ് ജുമുഅ ഒഴിവാക്കിയിട്ടില്ല. ഒരിക്കൽ മഴയുടെ കാരണത്താൽ നിർത്തിവെക്കുന്നതിന് പകരം മൈതാനത്ത് നിന്ന് പള്ളിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈദ് നമസ്കാരത്തിന് സ്ത്രീകളെ പങ്കെടുപ്പിക്കാൻ അവർ ആർത്തവകാരികളോ യുവതികളോ ആയാലും സഹാബികൾ ആജ്ഞാപിക്കപ്പെട്ടിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ് ഹദീസ്. വസ്ത്രമില്ലെങ്കിൽ അയൽവാസിയിൽ നിന്ന് വാങ്ങിയെങ്കിലും വരിക എന്നുപോലും കുറ്റമറ്റ ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആർത്തവകാരികൾ നമസ്കരിക്കാൻ പാടില്ലെന്ന് മാത്രം. ബാക്കിയുള്ള തക്ബീർ, പ്രസംഗം, ദാനധർമ്മം പോലെയുള്ള കൂട്ടായ്മകളിലെല്ലാം അവർ പങ്കെടുക്കുകയും വേണം. സ്ത്രീകൾ പോലും ഇപ്രകാരം ആജ്ഞാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരുടെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് ഈദ് ദിനം വെള്ളിയാഴ്ചയാണെങ്കിൽ ജുമയ്ക്ക് വിട്ടുവീഴ്ച റുഖ്സ തന്നിരിക്കുന്നതും ഇതിന് പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്. സന്തോഷത്തിൻ്റെയും ദൈവത്തെ മഹത്വപ്പെടുത്തി അവന് നന്ദി പ്രകാശിപ്പിക്കുന്നതിൻ്റെയും സുദിനമായ അന്ന് ആബാലവൃദ്ധം ജനങ്ങൾ ആഹ്ലാദത്തോടെ പങ്കെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മഹത്തായ ഈദ് കർമ്മം നേരത്തെ പറഞ്ഞ വെറും സുന്നത്തിൻ്റെ നിർവചനത്തിൽ പെടുത്താൻ ഈ കാരണങ്ങളാൽ സാധ്യമല്ല. അത് ഇസ്ലാമിക ശരീഅത്തിൽ പ്രവാചകന്റെ ശക്തമായ മാതൃകയാൽ സ്ഥിരപ്പെടുത്തപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉന്നതമായ കർമ്മം തന്നെയാണ്. വെള്ളിയാഴ്ചയിലെ ജുമയും ഒരു ദിവസത്തിലെ 5 പ്രാവശ്യത്തെ ജമാഅത്ത് നമസ്കാരം ഒരു നാട്ടിൽ നിർവഹിക്കാഞ്ഞാൽ ആ നാട്ടുകാർ മുഴുവനും കുറ്റക്കാരാകുന്നത് പോലെ ഈദിൻ്റെ കാര്യത്തിലും അപ്രകാരം നിർവഹിക്കാഞ്ഞാൽ എല്ലാവരും കുറ്റക്കാരാവുക തന്നെ ചെയ്യും എന്നാണ് ഇവയിൽ നിന്നെല്ലാം മനസ്സിലാക്കാവുന്നത്. അതുകൊണ്ട് ഈദ് വെറും സുന്നത്തും മുഅക്കദത്താണ് എന്ന് പറഞ്ഞ് ലഘൂകരിക്കുവാൻ പാടുള്ളതല്ല. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിൽ വലിയൊരു ചിഹ്നമായി ഇസ്ലാം സ്ഥാപിച്ച ഈദ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് അന്ന് ജുമഅക്ക് ഒഴിവും കിഴിവും അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അത് പറഞ്ഞതിൻ്റെ പേരിൽ നവോത്ഥാന പ്രസ്ഥാനക്കാരെ ആയാലും വേണ്ടില്ല, ആരെ ആയാലും കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും അതിൻ്റെ പേരിൽ വഹാബിസം ആരോപിക്കുകയും ചെയ്യുന്നത് തികച്ച അനീതിയാണ് എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി ഗ്രഹിച്ച് അതനുസരിച്ച് വിഭാഗത്തെടുത്ത് ശാന്തരായ മുസ്ലിങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.